കാലുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് ഒരു ഷൂട്ടിംഗ് പെയിൻ പോലെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഡിസ്ക് കംപ്രഷൻ ഉണ്ട്, നിങ്ങളുടെ നടുവേദന ഡിസ്ക് കംപ്രഷൻ മൂലം ആണെന്നാണ്. അതല്ല, കാലുകൾ ഇങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു ടൈറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നടുവേദന കാരണം ഈ ബാക്കിലുള്ള മസിലിന്റെ സ്റ്റിഫ്നെസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ കാല് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലാണ് വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നടുവേദന കാരണം SI ജോയിന്റ് മൂലമാണെന്ന് മനസ്സിലാക്കുക. കാലുകൾ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ കാല് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡിൽ വേദന വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ നടുവേദനയുടെ കാരണം ഹിപ്പ് മസിൽസിലുള്ള ടൈറ്റ്നസ് ആണെന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ബാക്ക് പെയിൻ ട്രീറ്റ്മെന്റിൽ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷന് തുല്യ പ്രാധാന്യമുള്ളത്. കാരണം നിങ്ങളുടെ നടുവേദനയുടെ കാരണം ചിലപ്പോൾ നെർവ് ഇഷ്യൂ കൊണ്ടാവും, അല്ലെങ്കിൽ മസിൽ ടൈറ്റ്നസ് കൊണ്ടാവും, SI ജോയിന്റ് ഡിസ്ഫങ്ഷൻ കൊണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിപ്പ് ജോയിന്റിന്റെ മസിൽ ടൈറ്റ്നസ് കൊണ്ടാവും. ഇതെല്ലാം ബാക്ക് പെയിൻ ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്, എന്നാൽ ഇതിന്റെ കാരണങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇങ്ങനെ കൃത്യമായ ക്ലിനിക്കൽ എക്സാമിനേഷനും ചെയ്തതിന് ശേഷം നമ്മൾ MRI കൂടി കോറിലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ട എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മാനുവൽ തെറാപ്പി എന്താണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ഡയറ്റിൽ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഏത് കാര്യമാണ് നിങ്ങളുടെ ബാക്ക് പെയിൻ കൂടാനുള്ള കാരണം, ഇതെല്ലാം കറക്റ്റ് വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ബാക്ക് പെയിനെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവേത് ആരും ഫോൺ ചെയ്ത് ചോദിക്കരുത്, ഇപ്പോൾ L4 L5 ഡിസ്ക് ബൾജ് ആണ് ഡോക്ടർ ഒരു സ്ട്രെച്ച് പറഞ്ഞു തരും. സാധ്യമല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ടേക്കിങ്ങും കൺസൾട്ടേഷനും ഫിസിക്കൽ എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ക് പെയിൻ കേസുകൾക്ക് എഫക്റ്റീവ് ആയിട്ടൊരു റെമഡി പറഞ്ഞു തരാൻ. നിങ്ങളുടെ നടുവേദന ഡയഗ്നോസ് ചെയ്ത് ഇത്തരം ക്ലിനിക്കൽ ടെസ്റ്റുകളും ചെയ്തിട്ടാണോ അതോ MRI റിപ്പോർട്ടിന്റെ ബേസിസിൽ മാത്രമാണോ? താഴെ കമന്റ് ചെയ്യൂ. നടുവേദനയുമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. അതുപോലെ നടുവേദനയെ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾക്കായി ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.